الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അൽ-മുലഖസുൽ ഫഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നും കിതാബു സ്വലാത്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമസ്കാരത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമസ്കാരത്തിൽ അനുവദനീയമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി അടുത്ത അധ്യായത്തിന് മുസ്ലിഫ് കൊണ്ടുവരുന്നത് ബാബുൽ സുജൂദി ലിസ്സഹവി, സഹവിൻ്റെ മറവിയുടെ സുജൂദിനെ സംബന്ധിച്ചാണ് അടുത്ത അധ്യായം വരുന്നത്. മുസ്ലിഫ് പറയാണ്, ലമ്മാ കാന ഇൻസാനു ഖുർബത്തൻ ലിനിസ്യാനി വസുഹൂർ, മനുഷ്യൻ സ്വാഭാവികമായും മറവി സംഭവിക്കുന്ന, അതുപോലെ അശ്രദ്ധ പിടിപെടുന്ന ഒരു ജീവിയാണ്. സ്വാഭാവികമായിട്ടും അശ്രദ്ധകൾ ഉണ്ടാകാം, മറവി ഉണ്ടാകാം. മാത്രമല്ല വകാന ശൈത്വാനു യഹ്രിസു അലാ യുശവ്വിഷ അലൈഹി സ്വലാത്തഹു ബിബഅദിൽ അഫ്കാരി വഇശ്ഗാലി ബാലിഹി ബിഹാ അൻ സ്വലാത്തിഹി. ശൈത്വാനാകട്ടെ വ്യത്യസ്ത ചിന്തകൾ നൽകിക്കൊണ്ട്, അതേപോലെ നമസ്കാരത്തിൽ നിന്ന് അവൻ്റെ ചിന്തയെ തെറ്റിച്ചു കളയാൻ വേണ്ടിയിട്ട് വസ്വാസുകളുണ്ടാക്കാൻ, കുഴപ്പങ്ങളുണ്ടാക്കാൻ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ വറുബമാ തറത്തബ അലാ ദാലിക നഖ്സുൻ ഫി സ്വലാത്ത് ഔ സിയാദ ഫീഹാ ബിദാഫി നിസ്യാനി വദ്ദുഹൂർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഫലമായിക്കൊണ്ട് നമസ്കാരത്തിൽ പലപ്പോഴും ചെയ്തേക്കാം ചില പോരായ്മകൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ കുറഞ്ഞു പോകും, ചിലപ്പോൾ കൂടി പോകും, രണ്ടും പോരായ്മയാണ്. ചിലപ്പോൾ മറവി ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫശറഅ അല്ലാഹു ലിൽ മുസല്ലി അൻ യസ്ജുദ ഫി ആഖിരി സ്വലാത്തി, നമസ്കാരത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ അശ്രദ്ധയുണ്ടായാൽ, മറവി ഉണ്ടായാൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിരിക്കുകയാണ്. എന്തിനാണത്? തഫാദിയൻ ലിദാലിക്, ഇങ്ങനെയുള്ള ഈ പോരായ്മയ്ക്ക് ഒരു പ്രായശ്ചിത്തം എന്നോണമാണ്. വ ഇർഗാമൻ ലിശ്ശൈത്വാൻ, ഷൈത്വാനിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ പരാജയപ്പെടുത്താൻ. അതായത് അവൻ എന്ത് ചെയ്തു? നമസ്കാരത്തിൽ കുറവ് സംഭവിപ്പിച്ചു, ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞു. ഇല്ല, അപ്പോൾ രണ്ട് സുജൂദ് കൂടുതൽ എന്ത് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും? ഷൈത്വാനെ അപമാനിക്കലാണ്. വജബറൻ ലിന്നഫ്സാൻ, ഈ പോരായ്മക്ക്, കുറവിന് ഒരു പരിഹാരമായിട്ട്. ഇർദാഅൻ ലിർറഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. വഹാദ സുജൂദ് ഹുവ മാ യുസമ്മീഹിൽ ഉലമാഉ സുജൂദ് സഹവ്, ഇങ്ങനെ സുജൂദ് ചെയ്യുന്നതിനാണ് ഉലമാക്കൾ മറവിയുടെ സുജൂദ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. സഹവ് എന്ന് പറഞ്ഞാൽ ഹുവ നിസ്യാൻ, മറന്നു പോകുന്നതിനാണ് സഹവ് എന്ന് പറയുന്നത്. വഖദ് സഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ട്. വകാന സഹ്വുഹു മിൻ തമാമി നിഅമത്തില്ലാഹി അലാ ഉമ്മത്തിഹി വ ഇക്മാലി ദീനിഹി, നബിക്ക് മറവി സംഭവിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ ഉമ്മത്തിനോട് നൽകിയിരിക്കുന്ന അവൻ്റെ അനുഗ്രഹത്തെ പൂർത്തീകരിക്കലാണ്, അവൻ്റെ ദീനിനെ സമ്പൂർണ്ണമാക്കി നൽകിയതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിച്ചത് മുഖേന അത് ശരിക്കും ഈ ഉമ്മത്തിൽ നൽകിയ ഒരു അനുഗ്രഹമാണ്. കാരണം ലിയഖ്തദൂ ബിഹി ഫീമാ യശ്റഉഹു ലഹും ഇൻദ സഹവ്, മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും മറവി ഉണ്ടാവും. മറവി ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന് നബിയിൽ നിന്ന് മനസ്സിലാക്കി നബി പിന്തുടരാൻ വേണ്ടിയിട്ടാണ്. ഫഖദ് ഹുഫിള അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാഇഉ സഹ്വി ഫി സ്വലാത്ത്, വ്യത്യസ്തങ്ങളായ രീതിയിൽ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ച മറവിയെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സല്ലമ മിൻ ഇസ്നതൈനി ഫസജദ, ഒരിക്കൽ നബി നമസ്കരിച്ചു, 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ സലാം വീട്ടി, 4 റക്അത്തുള്ള നമസ്കാരം. വസല്ലമ മിൻ സലാസിൻ ഫസജദ, അതേപോലെ ഒരിക്കൽ 4 റക്അത്തുള്ള നമസ്കാരം 3 റക്അത്ത് കഴിഞ്ഞപ്പോൾ സലാം വീട്ടി, അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു അതിന് വേണ്ടിയിട്ട്. വഖാമ മിൻ ഇസ്നതൈനി വലം യതശഹദ് സഹ്വൻ ഫസജദ, ഒരിക്കൽ 2ാമത്തെ റക്അത്തിൽ തശഹൂദിന് ഇരിക്കാതെ എന്ത് ചെയ്തു? എഴുന്നേറ്റു, അങ്ങനെ അവസാനം എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. വഗൈറദാലിക, ഇതുമല്ലാത്ത പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഹാ അഹദുകും ഫൽയസ്ജുദ് സജ്ദതൈൻ, നിങ്ങളിൽ ഒരാൾ മറവി സംഭവിച്ചാൽ അവൻ എന്ത് ചെയ്യണം? 2 സുജൂദ് നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാലൊരു കാര്യം ഉണ്ടായാലാണ് മറവിയുടെ സുജൂദ് നിയമമാക്കപ്പെടുക. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് മറവിയുടെ സുജൂദ് ഉണ്ടാവുക. ഏതൊക്കെയാണത്? ഒന്ന്,
ഇദാ സാദ ഫി സ്വലാത്തി സഹ്വൻ, മറന്നുകൊണ്ട് നമസ്കാരത്തിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാക്കുക, അധികം ചെയ്യുക. അല്ലെങ്കിൽ ഇദാ നഖസ മിൻഹാ സഹ്വൻ, അല്ലെങ്കിൽ മറന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കുക, കുറവ് സംഭവിക്കുക. മൂന്നാമത്തെ കാര്യം ഇദാ ഹസല ഇൻദഹു ശക്കുൻ ഫി സിയാദത്തിൻ ഔ നഖ്സിൻ, കുറവിലോ അല്ലെങ്കിൽ കൂടിയോ കുറഞ്ഞോ എന്നുള്ളതിൽ സംശയം ഉണ്ടാവുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഹ്വ് ചെയ്യുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്തു, കൂടുതൽ ചെയ്തു, അല്ലെങ്കിൽ കുറവ് ചെയ്തു, അല്ലെങ്കിൽ കൂടുതലാണോ കുറവാണോ ചെയ്തതെന്നുള്ള സംശയമായി. 3 റക്അത്താണ് നമസ്കരിച്ചത്, 2 റക്അത്താണ്, ഇങ്ങനെ സംശയം പിടികൂടുക. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ്. ഫയസ്ജുദു ലിഅഹദി ഹാദിഹി സലാസതി ഹസ്ബ മാ വറദ ബിഹി ദലീൽ. അപ്പോൾ ദലീലുകൾ വന്നത് പ്രകാരം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെന്ത് ചെയ്യണം, സഹ്വിൽ സുജൂദ് ചെയ്യണം. ദലീൽ വന്നത് പ്രകാരമാണ്. ലാ ലികുല്ലി സിയാദത്തിൻ ഔ നഖ്സിൻ ഔ ശക്കിൻ, എല്ലാ വർധനവിനും കുറവിനും സംശയത്തിനൊന്നും സുജൂദ് ചെയ്യേണ്ടതില്ല. എപ്പോൾ എന്ത് അധികരിച്ചാലാണ് ചെയ്യേണ്ടത്, എന്ത് കുറഞ്ഞാലാണ് ചെയ്യേണ്ടത് സുജൂദ്, എങ്ങനെ മറവി സംഭവിച്ചാലാണ്, എങ്ങനെ സംശയമുണ്ടായാലും ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ പ്രകാരമാണ് ചെയ്യേണ്ടത്. വയുശ്റഉ സുജൂദു സഹ്വി ഇദാ വുജിദ സബബുഹു, അപ്പോൾ സഹ്വിന്റെ സുജൂദിന് വേണ്ടതായ കാരണങ്ങൾ ഉണ്ടായാൽ സുജൂദ് നിയമമാകും. സവാഉൻ കാനത്ത് സ്വലാത്തു ഫരീദത്തൻ ഔ നാഫില, നമസ്കാരം ഫർദാകട്ടെ സുന്നത്താകട്ടെ എല്ലാത്തിലും എന്തുണ്ട്, ഈ പറയുന്ന സഹ്വിന്റെ മറവിയുടെ സുജൂദ് വേണം. ഉമൂമില്ല അതില്ല, കാരണം അതിൻ്റെ തെളിവ് അതിലെല്ലാത്തിലേക്കും ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. കാരണം സ്വലാത്ത് പറഞ്ഞു നമസ്കാരത്തിൽ മറന്നാൽ എന്ത് ചെയ്തോ സുജൂദ് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഫർദിൽ മാത്രമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലേക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. ഇനി പറഞ്ഞ 3 അവസ്ഥകളിൽ ഒന്നാമത്തെ അവസ്ഥ ഫൽഹാലത്തുൽ ഊല, ഒന്നാമത്തെ അവസ്ഥ അല്ലത്തി യുശ്റഉ ലഹാ സുജൂദു സഹ്വി ഹിയ ഹാലത്തു സിയാദത്തി ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ എന്ത് ചെയ്യുക, അധികരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പറഞ്ഞത്. ഇത് തന്നെ 2 രീതിയിലുണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും പ്രവർത്തികൾ അധികരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ അധികരിക്കുക. അധികരിക്കുക എന്നുള്ളത് 2ആയിട്ട് വേർതിരിച്ചാൽ, ഒന്നെന്താണ് ഏതെങ്കിലും ഒരു പ്രവൃത്തി അധികമായിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ എന്താകുക, അധികമാവുക. ഫസിയാദത്തുൽ അഫ്ആലി ഇദാ കാനത്ത് സിയാദത്തൻ മിൻ ജിൻസി സ്വലാ, ഒരു പ്രവൃത്തി അധികരിക്കുന്നു. ആ പ്രവൃത്തി എങ്ങനെയാണ്, നമസ്കാരത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. നമ്മൾ നേരത്തെ നമസ്കാരം ബാത്തിലായി പോകുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിന്റെ ഗണത്തിൽപ്പെടാത്ത ഏതെങ്കിലും പ്രവർത്തികൾ അധികമായിട്ട് മനഃപൂർവ്വം ആവശ്യമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമസ്കാരം എന്താവും, ബാത്തിലായി പോകും. ഇവിടെ നമസ്കാരത്തിന്റെ ഗണത്തിൽപ്പെട്ട സുജൂദ്, അല്ലെങ്കിൽ റുക്കൂഅ്, അല്ലെങ്കിൽ നൃത്തം, ഇതുപോലുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുന്നു അധികമായി വരുന്നു. ഏതുപോലെ കൽ ഖിയാമി ഫീ മഹല്ലിൽ ഖുഊദി, ഇരിക്കേണ്ടിടത്ത് ഒരാൾ നിന്നു, വൽ ഖുഊദു ഫീ മഹല്ലിൽ ഖിയാമി, അല്ലെങ്കിൽ നിൽക്കേണ്ടിടത്ത് ഒരാൾ ചെയ്തു ഇരുന്നു. ഔ സാദ റുക്കൂഅൻ ഔ സുജൂദൻ, ഒരു സുജൂദിനെ അധികരിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു റുക്കൂഇനെ അധികരിപ്പിച്ചു. ഫൈദാ ഫഅല ദാലിക സഹ്വ, ഇതെല്ലാം മറന്നവനായിട്ടാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ ഫഇന്നഹു യസ്ജുദു ലിസ്സഹ്വി, അപ്പോൾ മറവിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം. എന്താണ് തെളിവ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ സാദ അർ-റജുലു ഔ നഖസ ഫീ സ്വലാത്തിഹി, ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഫൽയസ്ജുദ് സജദതൈൻ, അവൻ 2 സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാരണം വലിയ അന്ന സിയാദത ഫി സ്വലാത്തിന്റെ ഖുസുൽ മിൻ ഹൈഅതിഹാ ഫിൽ മാന, നമസ്കാരത്തിൽ വർദ്ധനവ് കാണിക്കുക എന്നുള്ളത് അതിനൊരു പോരായ്മയാണ്. സംഗതി കൂടുതലാണ് ചെയ്തത് എങ്കിലും നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, പോരായ്മയാണ് ശരിക്കും പറഞ്ഞാൽ, അതൊരു കുറവാണ്. കാരണം എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ നിർവഹിക്കുമ്പോഴേ അതെന്താവും, പൂർണ്ണമാവുകയോ. നമുക്ക് തോന്നുന്നത് പോലെ റുക്കൂഉം സുജൂദും ചെയ്താൽ അത് നമസ്കാരത്തിന്റെ രൂപത്തിന് കോട്ടം സംഭവിക്കുകയാണ് ചെയ്യുക. ഫഇന്നഹു യജ്ലിസു ഫിൽ ഹാലി, അല്ല അപ്പോൾ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം. എന്തിനാണെങ്കിലും സുജൂദ് ചെയ്യണത്, ഫശുരിഅ സുജൂദു ലഹാ ലിയൻജബറ അൻ-നഫ്സ്, ആ പോരായ്മ നികത്താൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യുക എന്നുള്ളത് അവിടെ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അധികരിച്ചു എന്നുള്ള കാരണത്തിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്നത് സലാം വീട്ടിയതിന് ശേഷമാണ് സുജൂദ് ചെയ്യുന്നത് നല്ലത്. സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്താലും ശേഷം ചെയ്താലും അത് പരിഹാരമാണ് എന്നുള്ളതിൽ ഉലമാക്കൾക്ക് ഏകോപിച്ച അഭിപ്രായമുണ്ട്. എന്നാൽ ഏതാണ് കൂടുതൽ നല്ലത് എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ അധികരിച്ച ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആണ് സുജൂദ് ചെയ്യുന്നത് എങ്കിൽ ശേഷം ചെയ്യുക എന്നുള്ളതാണ്
കൂടുതൽ ഉചിതം. സഹവൻ, ഇനി ഇതേപോലെ ഒരാൾ എന്ത് ചെയ്തു, ഇപ്പോൾ റുകൂഉ സുജൂദൊക്കെ വർദ്ധിക്കുന്ന കാര്യമാണ്, ഒരു റക്അത്ത് തന്നെ മറന്നവനായിട്ട് അധികം നമസ്കരിച്ചു. വലം യഅലം ഇല്ലാ ബഅദ ഫറാഗിഹി മിൻഹ, അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൻ അറിഞ്ഞത് ഞാൻ 5 നിസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2 നമസ്കാരം 3 നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? എല്ലാം കഴിഞ്ഞപ്പോഴാണ്. എന്നാൽ ഫഇന്നഹു യസ്ജുദു ലിസ്സഹ്വി, അപ്പോൾ അവൻ എന്ത് ചെയ്യണം? സഹവിന് വേണ്ടി സുജൂദ് ചെയ്യണം. അമ്മാ ഇൻ അലിമ ഫി അസ്നാഇ റക്അത്തി സായിദ, ഇനി ഇവൻ ഇങ്ങനെ അധികമായിട്ടുണ്ട് എന്ന് അറിയുന്നത് അധികമായ റക്അത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നതിന് ശേഷം ആ നൃത്തത്തിലാണ് അവനെ ബോധ്യപ്പെടുന്നത് ഇത് എത്രാമത്തെയാണ്, 5ാമത്തെ റക്അത്താണ് എന്ന് ബോധ്യപ്പെടുന്നത് എങ്കിൽ ഫഇന്നഹു യജ്ലിസു ഫിൽ ഹാൽ, ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കണം. വയതശഹദു ഇല്ലം യകുൻ തശഹദ്, എന്നിട്ട് അവൻ അവസാനത്തെ തശഹൂദ് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? തശഹൂദ് പാരായണം ചെയ്യണം. സുമ്മ യസ്ജുദു ലിസ്സഹ്വി വയുസല്ലിം, എന്നിട്ട് എന്ത് ചെയ്യണം? സഹവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്ത് സലാം വീട്ടണം. ഇതാണ്. അപ്പോൾ അധികമായി നമസ്കരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ തന്നെ അപ്പം തന്നെ എന്ത് ചെയ്യണം? ഇരിക്കണം. എപ്പോഴാണോ മനസ്സിലാകുന്നത് അപ്പം തന്നെ ഇരിക്കുന്നത് നിർബന്ധമാണ്. വഇൻകാൻ ഇമാമൻ, ഇനി അവൻ ഇമാമാണ്, എന്നാൽ ലസിമ മൻ അലിമ മിനൽ മഅ്മൂമീന ബിസിയാദത്തി തൻബീഹുഹു, മഅ്മൂമിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്താണ് ഇപ്പോൾ ഇമാം എഴുന്നേറ്റ് നിന്ന് അധികമായിട്ടുള്ള റക്അത്താണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇമാമിനെ ഉണർത്തൽ മഅ്മൂമിന് നിർബന്ധമായിട്ട് ഉണർത്തിയിരിക്കണം. ഇതിന് ബോധ്യമുണ്ട്, മഅ്മൂമിന് ഉറപ്പുണ്ട് എന്താണ് ഇപ്പോൾ എഴുന്നേറ്റ് 5ാമത്തെ റക്അത്താണ്. അങ്ങനെയാണെങ്കിൽ മഅ്മൂം എന്ത് ചെയ്യണം? ഉണർത്തൽ നിർബന്ധമാണ്. എങ്ങനെയാണ് ഉണർത്തേണ്ടത്? ബിഅൻ യുസബ്ബിഹ റിജാലു വതസഫഖ നിസാ, പുരുഷന്മാരാണെങ്കിൽ തസ്ബീഹ് ചെല്ലണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയണം മഅ്മൂമിന്. ഇത് സ്ത്രീകളാണെങ്കിൽ അവർ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, അവർ പിന്നെ എന്ത് ചെയ്യണം? കൈയടിക്കണം. കൈയടിച്ചിട്ടാണ് ഉണർത്തേണ്ടത്. വയൽസമുൽ ഇമാമ ഹീനഇദിൻ അർറുജൂഉ ഇലാ തൻബീഹിഹിം ഇദാ ലം യജ്ദിൻ ബിസവാബി നഫ്സി, അപ്പോൾ ഇമാം എന്ത് ചെയ്യും? ഇമാമിനെ ഇങ്ങനെ ഉണർത്തി കഴിഞ്ഞാൽ ഇമാമിന് ബോധ്യപ്പെട്ടു ശരിയാണ് ഞാൻ 5ാമത്തേതിലേക്കാണ് എഴുന്നേറ്റത് എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പം എന്ത് ചെയ്യണം? മടങ്ങൽ ഇമാമിന് നിർബന്ധമാണ്. ഇമാം ഒപ്പം മടങ്ങണം, ഇരുത്തത്തിലേക്ക് മടങ്ങിയിട്ട് എന്ത് ചെയ്യണം? തശഹൂദ് പാരായണം ചെയ്ത് സലാം വീട്ടണം, അതിന് സുജൂദ് ചെയ്യണം. ഇനി എന്താണ്? ലിഅന്നഹു റുജൂഉൻ ഇല സ്വവാബി, അപ്പോൾ അവൻ ശരിയായതിലേക്ക് മടങ്ങി. ഇനി ഇമാമിന് ബോധ്യപ്പെട്ടിട്ടില്ല, ഇമാമ് അവൻ്റെ ധാരണ 4 തന്നെയാണ് എന്നാണെങ്കിലോ, അപ്പോൾ ഇമാമിന് മടങ്ങുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ മഅ്മൂമിന് ഉറപ്പാണ് ഇമാം എത്രയാണ്? 5ാമതാണ് ഇരിക്കുന്നത്. അപ്പോൾ മഅ്മൂം എന്ത് ചെയ്യും? മഅ്മൂം ഇമാമിനെ പിന്തുടരാൻ പാടില്ല. അവിടെ മഅ്മൂമിന് ബോധ്യമുണ്ടെങ്കിൽ മഅ്മൂം അവിടെ തന്നെ ഇരുന്നാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ തശഹൂദ് ഓതി സലാം വീട്ടിൽ പോകാം, അതല്ലെങ്കിൽ അവിടെ തശഹൂദ് ഓതിയിട്ട് ദുആ ചെയ്ത് അവിടെ തന്നെ ഇരിക്കാം. എന്നിട്ട് ഇമാം നമസ്കരിച്ച് വന്നിട്ട് ഇമാമിനോട് കൂടെ എന്ത് ചെയ്യാം? സലാം വീട്ടാം. എങ്ങനെയാണെങ്കിലും 5ാമത് എന്ത് ചെയ്യാൻ പറ്റൂല? മഅ്മൂമിന് നമസ്കരിക്കാൻ പറ്റൂല. മഅ്മൂമിന് ഉറപ്പുണ്ട് ഇമാം നമസ്കരിക്കുന്നത് 5ാമത്തേതാണ്, എന്നാലും പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഇമാമിനെ പിന്തുടരാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കണം. ഇനി വഅമ്മ സിയാദത്തുൽ അഖ്വാലി, ഇപ്പോൾ പ്രവർത്തികൾ അധികരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി വാക്കുകൾ അധികരിക്കുന്നതാണ്. കൽ ഖിറാഅത്തി ഫി റുകൂഇ വസുജൂദി, ഒരാൾ റുകൂഇലോ സുജൂദിലോ ഖുർആൻ പാരായണം ചെയ്തു, ഇത് പാടില്ലാത്തതാണ്. വഖിറാഅത്തു സൂറത്തിൽ ഫി റക്അത്തൈനിൽ അഖീറത്തൈനി മിനൽ റുബാഇയത്തി വസ്സാലിസത്തി മിനൽ മഗ്രിബ്, അപ്പോൾ സുജൂദിലോ റുകൂഇലോ ഖുർആൻ പാരായണം ചെയ്യൽ പാടില്ല, അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്, മുസ്തഹബ്ബാണ്, നിർബന്ധമൊന്നുമില്ല. അവനെന്ത് ചെയ്യാം? മുസ്തഹബ്ബായ നിലയിൽ അവന് സുജൂദ് ചെയ്യാം. മറ്റൊരു സാഹചര്യം ഇവിടെ മുസ്ലിം പറയണത് എന്താണ്? ഒടുവിലത്തെ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ ഒടുവിലുള്ള 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്തു, അല്ലെങ്കിൽ മഗ്രിബിന്റെ 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്തു. ഇങ്ങനെ ചെയ്താലും فإذا فعل ذلك سهوا استحب له السجود للسهو, സഹവിന് വേണ്ടി സുജൂദ് ചെയ്യും, മുസ്തഹബ്ബാണ് എന്നാണ് മുസന്നിഫ് പറയുന്നത്. പക്ഷേ അവസാനത്തെ റക്അത്തുകളിൽ ഖുർആൻ പാരായണം ചെയ്താൽ അത് എന്തല്ല, അതിനു വേണ്ടിയിട്ട് സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. കാരണം സ്വഹാബികളിൽ നിന്നെല്ലാം അതുപോലെ ചില ഹദീസുകളിൽ നിന്നെല്ലാം അവസാനത്തെ റക്അത്തുകളിൽ ചെറിയ ചില സൂറത്തുകൾ ഓതിയതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിയമമാക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടതില്ല? സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി അമ്മൽ ഹാലത്തു സാനിയ, അപ്പോൾ 1ാമത്തെ അവസ്ഥ ഇതാണ് പറഞ്ഞത്.
പ്രവർ അധികമായിട്ട് ചെയ്യുക. രണ്ടാമത്തെ അവസ്ഥ വഹിയം മറന്നുകൊണ്ട് എന്തെങ്കിലും കുറഞ്ഞുപോയി, എന്തെങ്കിലും ഉപേക്ഷിക്കുന്നത് പോലെ. ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ഇൻകാനൽ റുക്നൻ, നമസ്കാരത്തിന്റെ 14 റുക്നുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ റുക്നിൽ ഏതെങ്കിലുമാണ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ വകാന ഹാദ റുക്നു തക്ബീറത്തുൽ ഇഹ്റാം, ആ റുക്നിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ ലം തൻഅഖിദു സ്വലാത്തു, നമസ്കാരമേ ഉണ്ടാവില്ല, തീരെ പരിഗണിക്കപ്പെടില്ല, നമസ്കാരം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലാ യുഗ്നി അൻഹു സുജൂദ്, അവസാനം സുജൂദ് ചെയ്താൽ എന്താവില്ല, മതിയാവില്ല. തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെയാണ് ഒരാൾ എന്ത് ചെയ്തത്, നമസ്കരിച്ചത്, എന്നാൽ പിന്നെ അവന് നമസ്കാരം തന്നെ ഇല്ല. ഇനി ഇൻകാന റുക്നൻ ഗൈറ തക്ബീറത്തുൽ ഇഹ്റാം, ഇനി തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത വേറെ ഏതെങ്കിലും റുക്നാണ് നഷ്ടപ്പെട്ടു പോയത്, ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു സുജൂദ് ചെയ്തില്ല, അല്ലെങ്കിൽ ഫാത്തിഹ പാരായണം ചെയ്തില്ല, ഇങ്ങനെയുള്ള ഏതെങ്കിലും റുക്നാണ്. വദക്കറ ഹാദൽ മത്റൂക ഖബ്ല ശുറൂഇഹി ഫീ ഖിറാഅത്തി റക്അത്തിൻ ഉഖ്റ, എന്നിട്ട് ഇവൻ ഇത് ചെയ്തിട്ടില്ല എന്നിവൻ ഓർത്തു. എപ്പോഴാണ് ഓർത്തത്? അടുത്ത റക്അത്തില് ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഓർത്തു. അപ്പോൾ ഒരാള് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ല, അങ്ങനെ അവൻ റുക്കൂ ചെയ്തു, ഇഅ്തിദാൽ ചെയ്തു, സുജൂദിലെത്തിയപ്പോൾ അവൻ ഓർക്കുവാണ് ഞാൻ ചെയ്തിട്ടില്ല, ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ല എന്ന് ഓർക്കുകയാണ്. അങ്ങനെ ഓർത്താൽ ഫഇന്നഹു യഊദു വുജൂബൻ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നൃത്തത്തിലേക്ക് മടങ്ങണം, എന്നിട്ട് ഫാത്തിഹ പാരായണം ചെയ്യണം. ഫയഅതി ബിഹി വബിമാ ബഅദു, എന്നിട്ട് ആ ഫാത്തിഹ ഓതണം, ശേഷമുള്ളതെല്ലാം ചെയ്യണം, ചെയ്ത് പൂർണ്ണമാക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇനി വഇൻ ദക്കറഹു ബഅദ ശുറൂഇഹി ഫീ ഖിറാഅത്തി റക്അത്തിൻ ഉഖ്റ, ഇനി ഇവൻ ഇങ്ങനെ ഈ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ല, ഫാത്തിഹ ഉദാഹരണത്തിൽ പറയേണ്ട, ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ല എന്ന് ഇവൻ ഓർക്കുന്നത് എപ്പോഴാണ്? അടുത്ത റക്അത്തിൽ എന്താണ് ഫാത്തിഹ പാരായണം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവൻ ഓർമ്മ വരുന്നത്. അടുത്ത റക്അത്ത് എത്തി, എന്നിട്ട് ഫാത്തിഹ തുടങ്ങി, അപ്പോഴാണ് ഇവന് ഓർമ്മ വരുന്നത് എന്താണ്, ആദ്യ റക്അത്തിൽ ചെയ്തിട്ടില്ല, ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബത്വലത്തി റക്അത്തുല്ലത്തി തറക്കഹു മിൻഹ, ഏത് റക്അത്തിലാണോ അവൻ ആ റുക്നെ ഉപേക്ഷിച്ചത് ആ റക്അത്ത് ചെയ്തു, ബാത്തിലായിട്ട്, ആ റക്അത്ത് പിന്നെ ഇല്ല. പിന്നെ വഖാമത്തു റക്അത്തുല്ലത്തി തലീഹ മഖാമ, ശേഷമുള്ളതായ റക്അത്തിനെ ആ റക്അത്തിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും, പരിഗണിക്കപ്പെടും. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ റക്അത്തിലാണ് നിൽക്കണമെങ്കിൽ അത് എന്തായിട്ട് പരിഗണിക്കപ്പെടും, അത് ഒന്നായിട്ട് പരിഗണിക്കും, ഒന്നാമത്തെ റക്അത്തായിട്ട് പരിഗണിക്കും. എന്ത് ചെയ്യണം, നമസ്കരിക്കണം. അപ്പോൾ ആ ഒരു റക്അത്ത് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. കാരണം അവൻ അവിടെ ഒരു റുക്നിനെ ഉപേക്ഷിച്ചു, അതിനെ വീണ്ടെടുക്കുക എന്നുള്ളത് സാധിച്ചില്ല, ആ ബറക്കത്ത് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇനി സലാം വഇല്ലം യഅലം ബിറുക്നിൽ മത്റൂകി ഇല്ലാ ബഅദ സലാം, ഇനി സലാമിന് ശേഷമല്ലാതെ അവൻ അറിഞ്ഞില്ല, സലാം വിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഇവന് അറിഞ്ഞത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നമസ്കാരം ഒരു റുക്ൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് സലാമിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിലും അത് ഒരു റക്അത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ടതുപോലെ ചെയ്യും, പരിഗണിക്കപ്പെടും. അപ്പം എന്ത് ചെയ്യണം, ഒരു റക്അത്ത് കൂടി അവൻ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. അതെപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? ഫഇല്ലം യസുലിൽ ഫസ്ലു, ഇവൻ സലാം വീട്ടിൽ കുറേ അധികം കഴിഞ്ഞിട്ടില്ല, സമയം ദൈർഘ്യമായിട്ടില്ല എങ്കിൽ, വഹുവ ബാഖിൻ അലാ ത്വഹാറത്തി, വുദൂഇൽ തന്നെ ഉണ്ടവൻ, അങ്ങനെയാണെങ്കിൽ അസാബ് റക്അത്തിൻ കാമില, ഒരു റക്അത്ത് കൂടി എന്ത് ചെയ്താൽ മതി, നമസ്കരിച്ചിട്ട് വസല്ലമ എന്ത് ചെയ്താൽ മതി, സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതിയാകുന്നതാണ്. വഇൻ ത്വാലൽ ഫസ്ലു, ഇനി സലാം വീട്ടി കുറേ സമയം കഴിഞ്ഞു, അവൻതഖദ വുദൂഉഹു, അല്ലെങ്കിൽ അവന്റെ വുദൂ മുറിഞ്ഞുപോയി, എന്നാൽ ഇസ്തഅനഫ ചെയ്തു പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ഒന്നുകൂടി ആദ്യം മുതൽ നമസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഫസ്ല്, ഇതിൻ്റെ ദൈർഘ്യം എന്താണ്, പല രീതിയിൽ ഉലമാക്കൾ പറയുന്നുണ്ട്. ഒരു 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം എന്നാണ് ചില ഉലമാക്കൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് റുക്ൻ സാധാരണ രീതിയിൽ അധികമായിട്ട് പരിഗണിക്കുന്ന സമയം ഉണ്ടാകാതിരിക്കും, കുറച്ച് സമയമാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകൂടി നമസ്കരിച്ചാൽ മതി, ഒരു റക്അത്ത് കൂടി നമസ്കരിച്ചാൽ മതി. അതിൽ ദീർഘമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ആദ്യം മുതൽ ഒന്നുകൂടി നമസ്കരിക്കേണ്ടി വരും. ഇല്ല യകൂനൽ മത്റൂഖു തശഹ്ഹുദൻ അഖീറൻ ഔ സലാമൻ ഫഇന്നഹു ലാ യുഅതബറു കതർക്കി റക്അത്തിൻ കാമിലത്തിൻ ബൽ യഅതി ബിഹി വയസ്ജുദു വയുസല്ലിം. ഇനി ഒരാൾ സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം ഓർമ്മ വരുന്നത് നഷ്ടപ്പെട്ട റുക്ൻ ഏതാണ്, അവസാനത്തെ തശഹ്ഹുദോ സലാമോ മറ്റൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ ഒരു റക്അത്ത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, നമസ്കരിക്കേണ്ടതില്ല, അവസാനത്തെ തശഹ്ഹുദും സലാമും വീട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, സുജൂദ് ചെയ്താൽ മതി, പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല,
ഒരു റക്അത്ത് പൂർണ്ണമായും നമസ്കരിക്കേണ്ടതില്ല. ഒടുവിലുള്ള ഈ റുക്കൂകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ. ഇനി ഒരാൾ എന്ത് ചെയ്തു? തശഹ്ഹുദുൽ അവ്വൽ മറന്നുപോയി. 3 or 4 റക്അത്തുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ തശഹ്ഹുദ്, അതായത് രണ്ടാമത്തെ റക്അത്തിലുള്ള തശഹ്ഹുദ് എന്ത് ചെയ്തു? മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്തു? അവൻ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. എന്നാൽ ലസിമഹു റുജൂഉ ലിൽ ഇത്യാനി ബിത്തശഹ്ഹുദി മാ ലം യസ്തതിമ്മ ഖായിമ. അവൻ പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം? മടങ്ങണം. പൂർണ്ണമായി എഴുന്നേറ്റ് നിന്നിട്ടില്ല എങ്കിൽ മടങ്ങണം. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ തശഹ്ഹുദിൽ ഇരിക്കാതെ അവൻ ഇങ്ങനെ എന്ത് ചെയ്തു? എഴുന്നേറ്റു. നൃത്തത്തിലെത്തിയിട്ടില്ല എങ്കിൽ അവൻക്ക് എന്ത് ചെയ്യാം? മടങ്ങാം. ഇനി നൃത്തത്തിലെത്തിക്കഴിഞ്ഞാൽ ഖായിമൻ, പൂർണ്ണമായി നിന്ന് കഴിഞ്ഞാൽ കുരിഹ റുജൂഉ, പിന്നെ മടങ്ങുക എന്നുള്ളത് കറാഹത്താണ്, പാടില്ലാത്തതാണ്. മടങ്ങിയാൽ നമസ്കാരം ബാത്തിലായി പോകുകയൊന്നുമില്ല, പക്ഷെ എന്താണ്? മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ നിന്നിട്ട് അവരെന്ത് ചെയ്തു? പൂർണ്ണമായി നിന്ന് ഖിറാഅത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹറൂമ അലൈഹി റുജൂഉ, പിന്നെ മടങ്ങുക എന്നുള്ളത് ഹറാമുമാണ്, നിഷിദ്ധവുമാണ്. എഴുന്നേറ്റ് നിന്നതിന് ശേഷം മടങ്ങുക എന്നുള്ളത് കറാഹത്താണ്. എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം പിന്നെ മടങ്ങുക എന്നുള്ളതാണ്, നിഷിദ്ധവുമാണ്. വേറൊരു റുക്കനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റുക്കൽ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അതിനു മുമ്പുള്ള റുക്കനിലേക്ക് മടങ്ങുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇനി ഇനി റുക്കൂയിലോ സുജൂദിലോ ഉള്ള തസ്ബീഹകൾ മറന്നുപോയി, അത് ചെയ്തില്ല. സുബ്ഹാന റബ്ബിയൽ ആല പറഞ്ഞില്ല, സുബ്ഹാന റബ്ബിയൽ അദീം പറഞ്ഞില്ല. എന്നാൽ ലസിമഹു റുജൂഉ ലിൽ ഇത്യാനി ബിഹി, അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മടങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. മാലം യഅ്തദിൽ ഖായിമൻ ഫി റക്അത്തിൽ ഉഖ്റ, അടുത്ത റക്അത്തിലേക്ക് ചൊവ്വായി എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പാണ് ഓർമ്മ വരുന്നത് എങ്കിൽ വയസ്ജുദു ലിസ്സഹ്വി ഫി കുല്ലി ഹാദിഹിൽ ഹാലാത്ത്, അടുത്ത റുക്നിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഓർമ്മ വരുന്നത് എങ്കിൽ വയസ്ജുദു ലിസ്സഹ്വി ഫി കുല്ലി ഹാദിഹിൽ ഹാലാത്ത്, ഈ സന്ദർഭങ്ങളിലെല്ലാം എന്ത് ചെയ്യണം? അവൻ സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും വേണം. ഇതാണ് കുറഞ്ഞു പോയാലുള്ളതായ, അത് കൂടിപ്പോയാലും വേണം, കുറഞ്ഞു പോയാലും വേണം. ഇനി മൂന്നാമത്തെ അവസ്ഥ സംശയത്തിന്റെ സന്ദർഭത്തിലാണ്. റക്അത്തിന്റെ എണ്ണങ്ങളിൽ മറവി സംശയമുണ്ടായി. ഞാൻ 2ആണ് നമസ്കരിച്ചത്, അതല്ല 3ആണ് നമസ്കരിച്ചത്. എന്നാൽ കുറഞ്ഞതിന്റെ മേൽ അവൻ എടുക്കണം. ഒരാൾക്ക് സംശയം ഇത് 2ആണോ 3ആണോ, അപ്പൊ കുറഞ്ഞത് ഏതാണ്? 2ആണെന്നുള്ള. അപ്പൊ 2ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമസ്കരിക്കണം, അവസാനം ചെയ്യണം, സുജൂദ് ചെയ്യണം. കാരണം 2ആണ് മുത്തയക്കനായത്, ഉറപ്പുള്ളത് 2ആണ്, 2 ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. തുമ്മ യസ്ജുദു ലിസ്സഹ്വി ഖബ്ല സലാം, എന്നിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. കാരണം സംശയമുള്ള കാര്യത്തിന്റെ അടിസ്ഥാനം അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറഞ്ഞത് ഏതാണോ അതിന്റെ മേൽ പിടിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള തെളിവ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇദാ ശക്ക അഹദുക്കും ഫീ സ്വലാത്തി, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിൽ സംശയമുള്ളവനായാൽ ഫലം യദ്രി വാഹിദത്തൻ സ്വല്ല ഔ ഇസ്നത്തൈൻ, 1ആണോ 2ആണോ നമസ്കരിച്ചതെന്ന് അവൻ അറിയുന്നില്ല. എന്നാൽ ഫൽ യജ്അൽഹ വാഹിദ, അതിനെന്ത് ചെയ്യണം? 1ആണ് എന്നുള്ള നിലയിൽ അവൻ അതിനെടുക്കണം. ഫഇദാ ലം യദ്രി സിൻതൈൻ ഔ സലാസൻ, 2ആണോ 3ആണോ എന്നുള്ളതിൽ സംശയമായാൽ ഫൽ യജ്അൽഹ ഇസ്നത്തൈൻ, അതിനെ 2ആയിട്ട് എന്ത് ചെയ്യുക? പരിഗണിക്കണം എന്നുള്ളതായ ഹദീസാണ്. ഇനി ഒരു മഅ്മൂം സംശയിച്ചു, അവൻ ഇമാമിനോടൊപ്പം പ്രവേശിച്ചത് 1ാമത്തെ റക്അത്തിലാണോ 2ാമത്തെ റക്അത്തിലാണോ? പിന്തി വന്ന ഒരു മഅ്മൂമാണ്. അവന് സലാം വിട്ടാൻ എന്ത് സംശയം? ഞാൻ വന്നത് ഏതിലാണോ? 2ലാണോ 3ലാണോ, അല്ലെങ്കിൽ 1ലാണോ 2ലാണോ ഇമാമിനെ പിന്തുടർന്നത് എന്ന് സംശയിച്ചാൽ ജഅലഹു ഫി സ്ഥാനിയ, അപ്പോൾ അവൻ എന്ത് ചെയ്യണം? 1ലാണോ 2ലാണോ എന്ന് സംശയിച്ചാൽ 2ലാണെന്ന് എന്ത് ചെയ്യണം? കൂട്ടണം. ഔ ശക്കഹൽ അദ്റക റക്അത ഔല, അല്ലെങ്കിൽ റക്അത്ത് കിട്ടിയോ ഇല്ലയോ എന്ന് സംശയിച്ചു. റുക്കൂ കിട്ടിയാലേ റക്അത്ത് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് റക്അത്ത് കിട്ടിയോ ഇല്ലയോ എന്ന് സംശയിച്ചു. എന്നാൽ എന്ത് ചെയ്യണം? കിട്ടിയിട്ടില്ല എന്ന് പരിഗണിക്കണം. ലം യഅ്തദ് ബിതിൽക, ആ റക്അത്ത് കിട്ടിയിട്ടില്ല എന്ന് എന്ത് ചെയ്യുക? വയസ്ജുദു ലിസ്സഹ്വി, എന്നിട്ട് എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്യണം. കാരണം മറവി സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതിനാൽ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് വേണം. ഇനി വൈൻ ശക്ക ഫീ തർക്കി വാജിബി, ഒരു വാജിബ് ഉപേക്ഷിച്ചു എന്ന് സംശയിച്ചു. ഇപ്പോൾ വാജിബാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റുക്കൂയിലും സുജൂദിലുമുള്ള തസ്ബീഹകൾ, അത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് സംശയിച്ചു. ഉറപ്പല്ല, സംശയമാണ്. അതേപോലെ തന്നെ 1ാമത്തെ തശഹ്ഹുദ്
എന്നാൽ ലം യഅ്തബിർ ഹാദ ശക്ക, ആ ശക്കിനെ എന്ത് ചെയ്യില്ല, പരിഗണിക്കുകയില്ല. വലാ യസ്ജുദു ലിസ്സഹവി, അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യേണ്ടതില്ല, സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഉറപ്പായി കഴിയുമ്പോഴാണെന്ത് ചെയ്യേണ്ടത്, സംശയത്തിന്റെ പേരിൽ അവൻ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. വകദാ ലൗ ശക്ക ഫീ സിയാദത്തിൻ, അതേപോലെ തന്നെ സിയാദത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സംശയിച്ചു. ലം യൽതഫിത് ഇലാ ഹാദ ശക്കി, ഈ ശക്കിലേക്ക് അവൻ എന്ത് ചെയ്യേണ്ടതില്ല, അവൻ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. അന്നൽ അസ്ല അദമു സിയാദ, അടിസ്ഥാനം അധികം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ സാധാരണ നമസ്കരിച്ചതുപോലെ നമസ്കരിച്ചു എന്നുള്ളതാണ് അടിസ്ഥാനം. അവിടെ കൂടിയോ ഒന്ന് സംശയിച്ചു, കുറഞ്ഞോ ഒന്ന് സംശയിച്ചു, അപ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഹാദാ ജുമലുൻ മിൻ അഹ്കാമി സുജൂദി സഹ്വി, സഹ്വിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണിത്. വമൻ അറാദ സിയാദ, ഈ വിഷയത്തിൽ കൂടുതൽ അറിവ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുറാജ് കുതുബൽ അഹ്കാം, ഹുക്മുകളുമായി ബന്ധപ്പെട്ട കിതാബുകൾ എന്ത് ചെയ്യണം, അവലംബിക്കണം. അല്ലാഹുവാണ് തൗഫീഖ് നൽകുന്നത്. നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായങ്ങൾ. ഇതിന് ശേഷം നമസ്കാരത്തിന് ശേഷം